വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെ ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം 9th ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പോവേർട്ടി ആസ് എ ചലഞ്ച് എന്ന് പറയുന്നത്. എക്സാമിനകത്ത് നിർബന്ധമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല മക്കളെ, ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോവേർട്ടി ലൈനുമായി ബന്ധപ്പെട്ടാണ്. പോവേർട്ടി ലൈൻ അല്ലേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പോവേർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഓരോ രാജ്യത്തിനകത്തും സാധാരണ നമ്മൾ പോവേർട്ടിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത് പോവേർട്ടി ലൈൻ അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. പോവേർട്ടി ലൈൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ഓരോ രാജ്യത്തിനകത്തും നമ്മൾ സാധാരണ ഈ പോവേർട്ടി ലൈൻ എന്താണ് ഡിഫറെന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് പോവേർട്ടി ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, പ്രധാനമായിട്ടും ഒരു പേഴ്സന്റെ ഇൻകം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൺസപ്ഷൻ ലെവൽ, അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് എത്രത്തോളം ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം കൺസപ്ഷൻ ലെവൽ, അതായത് എത്രത്തോളം കൺസപ്ഷൻ അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്നുണ്ട്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് സാധാരണ നമ്മൾ പോവേർട്ടി മെഷർ ചെയ്യുന്ന ഒരു കോമൺ മെത്തേഡ് ആണ് പോവേർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ പോവേർട്ടി ലൈൻ പ്രധാനമായിട്ട് ബേസ് ചെയ്യുന്ന എന്തിനാണ്, ഈ പറയുന്ന ഇൻകത്തിനെയും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഒരു കൺസപ്ഷൻ ലെവലിനെയും ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താണ്, പൂർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ബേസിക് നീഡ്സ് നിറവേറ്റാൻ ആവശ്യമായ ഒരു മിനിമം ലെവൽ താഴെയാണ് നിങ്ങളുടെ ഇൻകം, അതുപോലെ തന്നെ നിങ്ങളുടെ കൺസപ്ഷൻ എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താണ്, പൂർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടത്. പേഴ്സൺ കൺസിഡർ പൂർ ഇഫ് ഹിസ് ഹെർ ഇൻകം ഓർ കൺസപ്ഷൻ ലെവൽ ഫാൾ ബിലോ ഗിവൺ ദ മിനിമം ലെവൽ നെസസറി ടു ഫുൾഫിൽ ദ ബേസിക് നീഡ്സ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമുക്ക് ഓരോ രാജ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓരോ രാജ്യത്തിനകത്തും ഈ പറയുന്ന പോവേർട്ടി ലൈൻ എന്താണ്, ഡിഫറെന്റ് ആണ് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അമേരിക്കയിൽ ഇതുപോലെ തന്നെ ഒരു കാർ ഉള്ള ആളാണ് വിചാരിക്കുക. അമേരിക്കയിൽ ഒരു കാർ ഉള്ള ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഒരു കാർ ഇല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരൊക്കെ ഇടയിൽ എന്താണ്, അദ്ദേഹം ഒരു പൂർ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ഭയങ്കര പൈസയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ത്യക്കകത്ത് ഒരു കാർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യക്കകത്ത് അദ്ദേഹം എന്താണ്, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു പോവേർട്ടി ലൈൻ എന്താണ്, ഓരോ സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആണ് എന്ന് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന ഓരോ പ്രധാനപ്പെട്ട നമ്മുടെ ഫുഡിനായിട്ട് ആയിക്കോട്ടെ, നമുക്ക് ഓരോ പ്രധാനപ്പെട്ട കലോറീസ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആൾക്കാർക്കും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അല്ലെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് കലോറീസ് ഒക്കെ തന്നെ നമ്മൾ ഓരോ ആൾക്കാർക്കും ചെയ്യാറുണ്ട്. അപ്പം സാധാരണ നമുക്ക് കലോറീസ് ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ് സെറൽസ്, പൾസസ്, വെജിറ്റബിൾസ്, മിൽക്ക്, ഓയിൽ, ഷുഗർ എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കലോറികൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും കിട്ടുന്നത് അയാൾ ചെയ്യുന്ന ജോബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു പേഴ്സൺ എന്തൊക്കെ വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓരോ ആൾക്കാർക്കും കലോറി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം വലിച്ചാൽ മതി. നിങ്ങളൊരു റൂറൽ ഏരിയയിലാണ്, നിങ്ങളിപ്പോ താമസിക്കുന്നത് ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. റൂറൽ ഏരിയയിലുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 2400 കലോറീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പേഴ്സൺ ഒരു ഡേ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു അർബൻ ഏരിയയിലുള്ള ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു അർബൻ ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെ 2100 കലോറീസ് ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതായത് കലോറീസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാണ്. എന്തുകൊണ്ടായിരിക്കും റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് കൂടുതൽ കലോറീസ് കൊടുക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങൾക്കറിയാം റൂറൽ ഏരിയയിൽ ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നത്. കൂടുതലായിട്ടും ഫിസിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആരാണ്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാരാണ് അല്ലെ. കൂടുതലും നല്ല കായികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കിയാൽ മതി, അർബൻ ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ കൂടുതലും ഓഫീസ് വർക്കുകളാണ്. അവർക്ക് ഫിസിക്കൽ വർക്കുകൾ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കലോറീസ് കൂടുതലായിരിക്കും കൊടുക്കുന്നത്, റൂറൽ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി പ്രധാനമായിട്ടും 2011-12 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്ക് പ്രകാരം അതിനകത്ത് ചില പ്രധാനപ്പെട്ട ഇത് പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ കാണേണ്ടത്, ഒരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാളായിരിക്കും. റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പ്രധാനമായിട്ട് ഒരു മന്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 816 റുപ്പീസ് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് വരുമാനം ഇല്ല എങ്കിൽ അയാൾ എന്താണ്, പൂറാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു ഈ പ്രധാനപ്പെട്ട ഒരു അർബൻ ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത്, നിങ്ങൾക്കൊരു 1000 റുപ്പീസ് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ്, പൂറാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതൊക്കെ ഈ പോവർട്ടി ലൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ എസ്റ്റിമേഷൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രധാനമായിട്ട് അത് കൂടാതെ
ഒരു 5 ആൾ അടങ്ങുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. ഒരു 5 ആളുകളുടെ ഒരു 5 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്കകത്ത് 5 ആളുകൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2011-12 കണക്ക് പ്രകാരം നിങ്ങൾ കാണേണ്ടത് പ്രധാനമായിട്ടും ഒരു റൂറൽ ഏരിയയിലാണെങ്കിൽ, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് മിനിമം നിങ്ങൾ കാണേണ്ടത് ഈ പറയുന്ന 4080 റുപ്പീസ് നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരുമാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളാണ്, അതായത് പുവർ ആയിട്ടുള്ള ആളാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കണ്ടത് നിങ്ങൾ അർബൻ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5000 റുപ്പീസ് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈ അർബൻ ഏരിയക്കകത്തുള്ള പുവർ ആയിട്ടുള്ള ആളാണ്. എന്ത് ചെയ്യുക മക്കള് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ വേണ്ടത് ഇത്തരത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള നമുക്ക് ഡാറ്റാസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ NSSO ആണ്. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് NSSO. അവർ ഇതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ആളുകളിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അങ്ങനെയുള്ള വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഈ NSSOയുടെ ഫുൾ ഫോം നിങ്ങൾ നോക്കണേ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് ആര്, NSSO എന്നുള്ളത് എന്ത് ചെയ്യണം മക്കള് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇവരുടെ കണക്ക് പ്രകാരമാണ് നമ്മൾ ഇങ്ങനത്തെ നല്ല പ്രധാനപ്പെട്ട ഡാറ്റാസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇനി മക്കളെ നിങ്ങൾ കണ്ടത് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ ആണ് ആര്, വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ കണ്ടത് വേൾഡ് ബാങ്ക് പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 1.9 റുപ്പീസ് അല്ലെങ്കിൽ ഡോളേഴ്സ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുമാനമില്ല എന്ന് വിചാരിക്കുക. അതായത് ഒരു 180 ഏകദേശം ഒരു 170 രൂപയൊക്കെ വരും, ഏകദേശം ഒരു 170 റുപ്പീസ് ഒക്കെ വരും അല്ലെ, ഡോളർ കണക്കാക്കണമെങ്കിൽ. അങ്ങനെ ഒരു റുപ്പീസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സന്റെ കയ്യിൽ ഇല്ല എങ്കിൽ അവരും ഇതുപോലെ തന്നെ പോവർട്ടി ലൈനിന്റെ താഴെ വരും എന്നാണ് ആരുടെ ഒരു കണക്ക് കൂട്ടൽ, വേൾഡ് ബാങ്കിന്റെ ഒരു എസ്റ്റിമേഷൻ പറയുന്നത്. അപ്പൊ മക്കളെ ഇത്തരത്തിലേക്കുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയൊരു ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിച്ചു വെച്ചോളാം. എക്സാമിന് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിർബന്ധമായി നിങ്ങളെ കമന്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തണം. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മക്കളെ. സോ